ഹായ് ഫ്രണ്ട്സ്, ട്രാവലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കൊടൈക്കനാലിലെ ഒരു അടിപൊളി സ്പോട്ടിലാണ്. അധികം ആരും അറിയപ്പെടാത്ത ഇവിടുത്തെ ഒരു അൺഎക്സ്പ്ലോർഡ് ഹിഡൻ ജെം എന്ന് പറയപ്പെടുന്ന ഒരു പോയിൻ്റാണത്. സിറ്റി വ്യൂ എന്ന് പറഞ്ഞൊരു പോയിൻ്റാണ്. കൊടൈക്കനാൽ സിറ്റി എത്തുന്നതിനും ഒരു 3-4 കിലോമീറ്റർ പിന്നിലോട്ടായിട്ടാണ് ഈ ഒരു സ്പോട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്നാമത്തെ എൻറ്റയർ കൊടൈക്കനാൽ സിറ്റി കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പെരിയാകുളം, തേനി എന്ന് പറഞ്ഞ 2 സിറ്റീസും അതേപോലെ വൈഗൈ ഡാമും കാണാൻ പറ്റും. ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ രാത്രി ഒരു തവണ ഇവിടെ വന്നിരുന്നു. ഇപ്പോൾ രാത്രിയിലൂടെ വന്ന സമയത്തുള്ള കാഴ്ച അതിമനോഹരമാണ്. ആ ഒരു സമയത്ത് ഞാൻ തീരുമാനിച്ചു പകൽ എന്തായാലും വന്ന് ഇവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. കാരണം ഇത് അറിയാത്ത ഒരുപാട് പേര് കൊടൈക്കനാലിൽ വന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചത്. അപ്പം യൂഷ്വലി വ്യൂ പോയിൻറ്റ്സ് ഒന്നും ഞാൻ അങ്ങനെ വീഡിയോസ് എടുക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാം എന്ന് തന്നെ കരുതിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന സമയത്ത് പകലും രാത്രിയിലും ഉറപ്പായിട്ടും വരണം. വളരെ ഐസൊലേറ്റഡ് ആയൊരു പ്ലേസാണ്. അങ്ങനെ ഇതിന് ചുറ്റുപടുത്ത ആൾതാമസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു വ്യൂ പോയിൻറ്റിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ബാക്ക് സൈഡ് കാണുന്ന കുരിശ് കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് കാറിനെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ കാറിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വരുന്ന സമയത്ത് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു റോഡ് ഫുള്ള് വിശാലമായി കിടക്കുകയാണ്, ആരുമില്ല. ഇപ്പോൾ ആ സമയം 7 മണിയായി. രാവിലത്തെ സൺറൈസ് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പം ഈവൻ സൺറൈസും ഞാൻ കണ്ടു. മനോഹരമായ കാഴ്ചയാണത് പകൽ ഈ ഒരു സമയത്ത് വരിക. ഫസ്റ്റ് വീഡിയോയിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു കുരിശ് കാണിക്കാൻ വേണ്ടി. ഇതാണ് ഈ ഒരു പോയിന്റ് ഈസിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കുരിശിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഈ എൻറ്റയർ 2 സിറ്റീസ് കാണാൻ പറ്റും. പെരിയാകുളം സിറ്റിയും അതേപോലെ തന്നെ തേനി സിറ്റിയും കാണാൻ പറ്റും. അതുമാത്രമല്ല വൈഗൈ ഡാമും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കൊടൈക്കനാൽ സിറ്റി കാണാൻ പറ്റും. രാത്രിയിലുള്ള കാഴ്ച അതിമനോഹരമാണ്. അതുമാത്രമല്ല പകല കാഴ്ച അതിലേറെ മനോഹരമാണ്. ഈ ഒരു ലൊക്കേഷനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ലിസ്റ്റിലേക്ക് എത്തിക്കുക. നെക്സ്റ്റ് ടൈം കൊടൈക്കനാൽ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ വന്ന് ഈ ഒരു മനോഹരമായ കാഴ്ച ആസ്വദിക്കുക. അതുമാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതേപോലെ കൊടൈക്കനാലിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. അവരുടെ ഒപ്പീനിയൻ കൂടെ കേട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾ വന്ന് നോക്കുക. കൊടൈക്കനാൽ സിറ്റിയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ പിന്നിലോട്ടായിട്ടാണ് ഈ ഒരു സ്പോട്ടുള്ളത്. വളരെ മനോഹരമായ ഡെസ്റ്റിനേഷനാണ്. അതിലേറെ ടൂറിസ്റ്റുകൾ വരാത്ത വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കൊടൈക്കനാൽ സിറ്റി കാണാൻ പറ്റും. എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് കൊടൈക്കനാൽ സിറ്റി. അതായത് ആ ഒരു മല മുഴുവനായിട്ട് കൊടൈക്കനാൽ സിറ്റി ഭയങ്കര മനോഹരമായ കാഴ്ചയാണിത്. പകൽ കാണുന്നതിലുപരി രാത്രിയിൽ കാണുമ്പോഴാണ് മനോഹരമായ കാഴ്ച. കാരണം രാത്രിയിൽ ഫുള്ള് ലൈറ്റ്സ് മാത്രമായിട്ട് ഒരു ഇത്രയും വലിയ മലനിരകളുടെ ഒരു ഏരിയ മാത്രമായിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്കത് ഈ ഒരു സൈഡിലായിട്ട് ഞാൻ ഒന്ന് തിരിച്ചോട്ടെ ക്യാമറ. പിന്നെ എൻ്റെ ഈ ഒരു സൈഡിലായിട്ട് പെരിയാകുളം, തേനി എന്ന് പറഞ്ഞ 2 സിറ്റിയും അതേപോലെ തന്നെ വൈഗൈ ഡാമും കൂടെ കാണാൻ പറ്റും. അങ്ങ് ദൂരെയായിട്ട് നല്ല കാറ്റ്. ഇവിടെ ഭയങ്കര പീസ്ഫുള്ളായ ഡെസ്റ്റിനേഷൻ. ഞാൻ കുറേ നേരം ഇവിടെ വന്നിരിക്കുന്നത്. രാവിലെ 6:15 വന്നാണ്, സമയം 7:15. ഒരാൾ പോലും ഇവിടെ ഇല്ല. അത്രയും പീസ്ഫുള്ളായിട്ട് വളരെ മനോഹരമായൊരു സ്പോട്ടാണിത്. അപ്പോൾ തീർച്ചയായിട്ടും കൊടൈക്കനാൽ വരുവാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കണം. ഈ ഒരു സ്പോട്ടിൽ വന്ന് നോക്കണം. ഈവൻ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് വരികയാണെങ്കിലും കപ്പിൾസായിട്ട് വരികയാണെങ്കിലും ഫാമിലിയായിട്ട് വരികയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇവിടെ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ഈ ഒരു ഡെസ്റ്റിനേഷൻ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ മറക്കുക. അത്രയും മനോഹരമായൊരു സ്പോട്ടാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.